ഹായ് ഹലോ എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലെ സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വം എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ ഈ പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് ഏതൊരു എക്സാം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന LGS പോലെയുള്ളതിനകത്തും ചോദിച്ചു കാണാറുണ്ട്, ഡിഗ്രി ലെവലിലും ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതായത് LGS LDC പോലുള്ളതിന് നോർമലായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഡിഗ്രി ലെവലിലോട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് ബ്രോഡായിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വം എന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ മാക്സിമം വലുതായിട്ട് എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ട് സൂം ചെയ്ത് കാണിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് നോട്ട് എഴുതാം. ആശയത്തിൽ എന്തെങ്കിലും ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും വ്യക്തത ഇല്ലാതുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഈ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ കാര്യം മനസ്സിലായില്ല എന്ന് തന്നെ ചോദിക്കുക. മാക്സിമം വലുതായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം, സൂം ചെയ്ത് കാണാനായിട്ടും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. എന്താണ് സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വം എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് SCERTയിൽ കൊടുത്തിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ സെൻറ്റൻസ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിപ്പോൾ വരാറുണ്ട്. ഒരാൾ പറഞ്ഞ കാര്യം കോട്ടായിട്ട് ചോദിക്കാറുണ്ട്. അരിസ്റ്റോട്ടിൽ പറഞ്ഞ രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതു വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം. അപ്പോൾ പൗരത്വം ഇതിനകത്ത് തന്നെയുണ്ട്. എന്താണ് പൗരത്വം? ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യം, നിയമനിർമ്മാണ നടപടി, ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനകത്തും അതിനകത്ത് നടക്കുന്ന നീതി നിർവഹണത്തിനകത്തും ഇടപെടാനുള്ള ഒരു ആളുടെ സ്വാതന്ത്ര്യമാണ് അയാളുടെ പൗരത്വം എന്ന് പറയുന്നത്, സിറ്റിസൺഷിപ്പ്. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ പുതിയൊരു നിയമം വരുന്നു, നമുക്കതിനകത്ത് ഇടപെട്ട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ? നമുക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് തെരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്കൊരു ഔദ്യോഗിക സ്ഥാനത്ത് മത്സരിക്കാം, ഔദ്യോഗിക സ്ഥാനത്ത് മത്സരിച്ച് ജയിച്ചാൽ ആ സ്ഥാനത്തിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മളൊരു ഇന്ത്യൻ പൗരനായതുകൊണ്ടാണ്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് എന്ന് വിളിക്കുന്നത്. പിടികിട്ടിയല്ലോ. ഇനി സ്വാഭാവിക പൗരത്വം അല്ലെങ്കിൽ ആർജിത പൗരത്വം, അങ്ങനെ രണ്ട് രീതിയിലുള്ള പൗരത്വമാണ് ശരിക്കും ഉള്ളത്. എന്താണ് ഈ സ്വാഭാവിക പൗരത്വം? അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാം, എന്നാലും മനസ്സിലാവും. ബർത്ത് കൊണ്ട് ഞാൻ ഈ നാട്ടിൽ ജനിച്ച ആളാണെങ്കിൽ എനിക്ക് കിട്ടും എന്ത്? സ്വാഭാവിക പൗരത്വം. ആർജിത പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർജിച്ചെടുക്കേണ്ടതാണ് എന്ത്? അതായത് ഒരു രാജ്യത്തെ പൗരത്വം, നമ്മളൊരു അന്യനാട്ടിൽ പോയാൽ അവിടുത്തെ പൗരത്വം നമ്മൾ നേടിയെടുക്കുന്നതിനെയാണ് ആർജിത പൗരത്വം എന്ന് വിളിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക, പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസിനകത്താണ് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്. പാർട്ട് 2 ഭാഗം 2 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്. പിടികിട്ടിയല്ലോ. ഇനി ഏക പൗരത്വമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ഏക പൗരത്വം എന്താണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ് ആക്ട് ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്തേ ഉള്ളൂ? ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. ഏത് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ പോയാലും നമുക്ക് ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. ഈ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണെന്നൂടെ ഓർത്ത് വെച്ചേക്കാം. പൗരത്വം എന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ്. ഏത് പൗരത്വം? ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ൂടെ ഓർത്ത് വെച്ചേക്കാം. ഇനി നോക്കിക്കേ, ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നീ ആർട്ടിക്കിളിൽ പറയുന്ന സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഉറപ്പു നൽകുന്നുള്ളൂ എന്നൂടെ അർത്ഥമുണ്ട്. അതായത് ആർട്ടിക്കിൾ 15, 16, 19, 29, 30 പറയുന്ന സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പായും കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ വോട്ട് ചെയ്യാൻ, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, സംഘടനകൾ രൂപീകരിക്കാൻ, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാൻ എന്ത് വേണം? ഇന്ത്യയിൽ പൗരത്വം വേണം. അപ്പം നമ്മുടെ ഓരോ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരും ഇന്ത്യൻ പൗരനായതുകൊണ്ടാണ് എന്ത് കൊടുക്കുന്നത്? ആ സ്ഥാനത്തിരിക്കാനൊരു അനുമതി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വോട്ടിന് നിൽക്കണമെങ്കിൽ ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ എന്താണ്? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, അതായത് വോട്ട് ചെയ്യാൻ, ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ എല്ലാം എന്ത് വേണം? ഇന്ത്യൻ പൗരത്വം
ഉണ്ടെങ്കിലേ പറ്റൂ. ഇനി സിറ്റിസൺഷിപ്പ് ആക്ട് ഇറങ്ങിയ വർഷം എന്താണ്? സിറ്റിസൺഷിപ്പ് ആക്ട്, പൗരത്വ നിയമം 1955 ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പൊ ആ പൗരത്വ നിയമം പലവട്ടം അമെൻമെന്റ് നടത്തിയതായിട്ട് നമുക്കറിയാം. പ്രധാനമായും അമെൻമെന്റ് ചെയ്തത് 57, 60, 85, 86, 92, 2003, 2005, 2015, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2019 പൗരത്വ ഭേദഗതി ബില്ല് പാസ്സായിരുന്നു അല്ലെ, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമുണ്ട്. ഇനിയും എന്തൊക്കെയാണ് ആർട്ടിക്കിൾസ് 5 മുതൽ 11 വരെ പറയുന്നത്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. 5 തൊട്ട് 11 വരെ ഉണ്ട് എന്ന് പറഞ്ഞതിനകത്ത് നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് ഒരു രൂപരേഖ കിട്ടാൻ വേണ്ടിയിട്ട് പറയാണ്. ആർട്ടിക്കിൾ 5 പറയുന്നത് സിറ്റിസൺഷിപ്പ് അറ്റ് ദി കമൻസ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനെ പറ്റിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 1950 ജനുവരി 26 ആ സമയത്ത് ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ അനുസരിച്ച് ഒരാള് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ വാസസ്ഥലമാക്കണമെങ്കിൽ അവരുടെ ഗ്രാൻഡ് പേരൻസോ ഇവിടെ അതായത് ഇന്ത്യക്കാരായിരിക്കും. ഗ്രാൻഡ് പേരൻസ് അതായത് അപ്പനപ്പൂപ്പന്മാര് ഇന്ത്യക്കാരായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ 5 വർഷം ഈ അതായത് ഈ ഫോം ചെയ്യുന്നതിന് മുമ്പ്, മീൻസ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നതിന് 5 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ താമസിച്ചവരോ ആയിരുന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അവർക്ക് കിട്ടുകയുള്ളൂ. ഒന്നാമത്തേത്. ആർട്ടിക്കിൾ 6 പറയുന്നത് എന്താ? റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് എ സർട്ടൺ പേഴ്സൺ ഹു ഹാവ് മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടവരുടെ റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ആ പോയിന്റ്സിനകത്ത് നമ്മൾ സെയിം പറഞ്ഞാൽ മതി. അതായത് നമുക്കറിയാം അൺഡിവൈഡഡ് ഇന്ത്യ ആയിരിക്കുന്ന സമയത്തെ കണ്ടീഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആയിരുന്നു ഇവരുടെ അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ എങ്കിൽ ഇവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അതിൻ്റെ ഒരു ഡേറ്റ് പറയുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. 1947 മുമ്പ് ഉണ്ടായിരുന്നവരായിരിക്കണം എന്നുള്ളൊരു ഡേറ്റ് പറയുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 7 പറയുന്നത് റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് എ സർട്ടൺ മൈഗ്രൻസ് ടു പാകിസ്ഥാൻ. അതായത് എവിടെ സിറ്റിസൺഷിപ്പ് ഓഫ് എ സർട്ടൺ മൈഗ്രൻസ് ടു പാകിസ്ഥാൻ, നമ്മളിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകണമെങ്കിലും എന്തുണ്ട്? അതിനുള്ള റൈറ്റും അനുവദിച്ചു കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 7. അപ്പോൾ ആർട്ടിക്കിൾ 6 എന്താണ്? മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനുള്ള ആ റൈറ്റ്. മറ്റേതെന്താണ്? റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൺ മൈഗ്രൻസ് ടു പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാനിലേക്ക് പോകാനുള്ളത്. ഓക്കെ. ഇനി ആർട്ടിക്കിൾ 8 എന്താ പറയുന്നത്? റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് എ സർട്ടൺ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ റിസൈഡിങ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെളിയിലാണ് താമസിക്കുന്നതെങ്കിലും അവരുടെ പൂർവികർക്ക് അൺഡിവൈഡഡ് ഇന്ത്യയിലാണ് താമസിച്ചിരുന്നതെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൊടുക്കാം? സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് പുറത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അച്ഛനും അപ്പൂപ്പൻ്റെ എല്ലാം നാട് ഇവിടെ ആയിരുന്നു, ഒറിജിൻ ഇവിടെയാണെങ്കിൽ അവർക്കും സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാം. ആർട്ടിക്കിൾ 9 പേഴ്സൺ വോളണ്ടറിലി അക്വയറിംഗ് സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ് നോട്ട് ടു ബി എ സിറ്റിസൺ. അതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഒരു പുറം രാജ്യത്ത് എവിടെയെങ്കിലും പോയിട്ട് അവിടുത്തെ ഒരു അംഗത്വം എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ അംഗത്വം ക്യാൻസൽ ആയി പോകും. അതൊരു നിയമമാണ്. എന്താണ്? ഇപ്പൊ ഞാൻ വേറൊരു രാജ്യത്ത് പോയി അവിടുത്തെ പൗരത്വം എടുത്താൽ ഓൾറെഡി എൻ്റെ ഇന്ത്യൻ പൗരത്വം ക്യാൻസൽ ആയി പോകും. ഇനി ആർട്ടിക്കിൾ 10 പറയുന്നത് കണ്ടിന്യൂവൻസ് ഓഫ് റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് തുടർന്നു പോകാനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട്, അതിനെ പറ്റിയിട്ടാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 10. 11 ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെന്റ് ടു റെഗുലേറ്റ് ദ റൈറ്റ് ഓഫ് എ സിറ്റിസൺഷിപ്പ് ബൈ ലോ. പാർലമെന്റിനാണ് എന്തിനുള്ള അധികാരം? സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിൽ അതായത് കൊടുത്തിരിക്കുന്നു എന്നതാണ് ആർട്ടിക്കിൾ 11 പറയുന്നത്. അതൊരു പോയിന്റ് ആണ്. ഓക്കെ. ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്.
1955 നമ്മൾ പറഞ്ഞു പൗരത്വ ഭേദഗതി അല്ല കേട്ടോ, പൗരത്വ നിയമം നിലവിൽ വന്നായിരുന്നു. അത് പ്രകാരം 5 രീതിയിൽ ഒരാൾക്ക് പൗരത്വം കൊടുക്കാം എന്നാണ് നിയമം. 5 രീതിയിൽ പൗരത്വം കിട്ടും. ഒന്ന്, ജന്മസിദ്ധമായ പൗരത്വം. എന്താണ്? ബൈ ബർത്ത് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജനിച്ചാൽ അവർക്ക് എന്ത് കിട്ടും? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും. അപ്പോൾ അതിനകത്ത് ഒരു ഡേറ്റിന്റെ ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോഴാണ് ഈ ഒരു നിയമം വരുന്നത് അല്ലേ. 1950 26 ജനുവരിയിൽ തൊട്ട് 1 ജൂലൈ 1987 വരെ ജനിച്ചവര് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അർഹരാണ്. പിന്നീട് 1987 ജൂലൈ 1 മുതൽ ഒരു ഡേറ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല. അതുവരെ പറഞ്ഞത് ഒരു കുട്ടി ജനിച്ചിട്ട് അവിടെ നമ്മുടെ ഇന്ത്യയിലല്ല ജനിച്ചതെങ്കിലും ഏതെങ്കിലും ഒരാൾ അച്ഛൻ ഇന്ത്യക്കാരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടും. പിന്നീട് ഒരു ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇതിൻ്റെ 97 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വന്ന ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇന്ത്യക്കാരാണെങ്കിൽ മാത്രമേ എന്ത് കൊടുക്കൂ? ആ കുട്ടിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കൂ എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ബൈ ബർത്ത് ആണ് ഒന്നാമത് പൗരത്വം കിട്ടുന്നത്. രണ്ടാമത് പിന്തുടർച്ച വഴി. പിന്തുടർച്ച നമ്മൾ പറഞ്ഞു, അച്ഛന് അമ്മ അങ്ങനെ പിന്തുടർച്ചക്കാരായിട്ട് ഇന്ത്യക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടും? സിറ്റിസൺഷിപ്പ് കിട്ടിയിരിക്കണം. അതാണ് നിയമം. 3, രജിസ്ട്രേഷൻ വഴി. അപ്പം അത് ഒരുപാടുണ്ട്. രജിസ്ട്രേഷൻ വഴി എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. എനിക്ക് ഇന്ത്യൻ പൗരത്വം വേണം എന്ന രീതിയിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിന് മുമ്പ് 7 വർഷം നമ്മൾ ഇന്ത്യയിൽ താമസിച്ചവരാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കണം. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം. അതായത് നേരത്തെ നമ്മൾ ഇന്ത്യക്കാരായിരുന്നു, അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജീവിച്ചവരാണ്, പക്ഷെ ഇപ്പം പുറം നാട്ടിലാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് എന്ത് വേണം? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണം എന്ന് തോന്നിയാൽ നമുക്ക് രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും. പിന്നെ പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ട കാര്യം മാരേജ് മീൻസ് കല്യാണം കഴിക്കുക. ഒരു വിദേശ വനിതയെ നമ്മുടെ നാട്ടിലുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആള് കല്യാണം കഴിക്കുവാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനകത്ത് ഒരു അംഗത്വം കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിലും ഒരു വനിതയാണെങ്കിലും ഒരു വിദേശിയാണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പം കല്യാണം കഴിക്കുന്ന ആൾ നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ അവർക്കും എന്ത് കൊടുക്കണം? സിറ്റിസൺഷിപ്പ് കൊടുത്തിരിക്കണം. അതാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോണിയാഗാന്ധി എക്സാമ്പിളായിട്ട് പറയാം. ഇനി ചിരകാല അധിവാസം മുഖേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ നാച്ചുറലൈസേഷൻ ആണ്. ഗുഡ് ക്യാരക്ടർ അല്ലാന്നുണ്ടെങ്കിൽ കുറേ നാൾ ഇന്ത്യയിൽ റിസൈഡ് ചെയ്തു, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 8th ഷെഡ്യൂൾ പറയുന്ന ഭാഷകളെ പറ്റിയിട്ടൊക്കെ നല്ല അറിവുണ്ട്, അങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടപ്പെട്ടത്, അങ്ങനെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ നാച്ചുറലൈസേഷൻ വഴി അവർക്ക് എന്ത് കിട്ടും? സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള അനുവാദമുണ്ട്. ദെൻ പ്രദേശ സംയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. എന്തെങ്കിലും ഭൂപ്രദേശങ്ങളെ നമ്മൾ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെന്ന് വെച്ചോ, ആ കൂട്ടിച്ചേർത്ത ഭൂപ്രദേശത്തുള്ളവർക്ക് എന്ത് കൊടുക്കണം? പൗരത്വം കൊടുക്കുക എന്നുള്ളൊരു നിയമമുണ്ട്. അതിനൊരു എക്സാമ്പിൾ 1962 പോണ്ടിച്ചേരി കൂട്ടിച്ചേർത്ത സമയത്ത് 1955 പ്രകാരം എന്ത് കൊടുത്തിരുന്നു? അവിടെയുള്ളവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ 5 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി കിട്ടുന്നത് 5 രീതിയിലാണെങ്കിൽ പോകുന്നത് 3 രീതിയിലാണ്. പൗരത്വം നഷ്ടപ്പെടണമെങ്കിൽ 3 രീതിയാണ്. ഒന്ന്, റിനൗൺസിയേഷൻ, പരിത്യാഗം. എനിക്ക് അമേരിക്കയിൽ ഞാൻ പോയി അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോയി അവിടുത്തെ സിറ്റിസൺഷിപ്പ് വാങ്ങിക്കുമ്പോൾ ഞാൻ എന്ത് പറയുന്നു? എനിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം. എനിക്ക് ഈ രാജ്യത്തെ ഇത് കിട്ടി, എനിക്ക് ഇനി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് പറയുന്ന രീതിയിൽ തിരിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പൗരത്വം നിർത്തലാക്കൽ. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു മറ്റൊരു രാജ്യത്തെ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ടെർമിനേറ്റ് ആവും. നമ്മളുടെ രാജ്യത്തെ പൗരത്വം നമുക്ക് നഷ്ടമാകും. അതാണ് ടെർമിനേഷൻ. പൗരത്വ അപഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡിപ്രിവേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോഡ് രീതിയിൽ പെരുമാറും. രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം യുദ്ധമൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ ആ രാജ്യവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് ചെയ്തില്ല, കുറെ അന്വേഷണങ്ങൾക്ക് ശേഷം അയാളുടെ സിറ്റിസൺഷിപ്പ് കട്ട് ചെയ്ത് കളയാനുള്ള അധികാരം ആർക്കുണ്ട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രോഡ് അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പൗരത്വ അപഹാരം ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. അപ്പോൾ ഈ ഇത്രയും പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ഇനി നമുക്കറിയേണ്ടത് 2019 പൗരത്വ ഭേദഗതി ബില്ലിനെ പറ്റിയിട്ടാണ്.
അപ്പോൾ നമുക്കറിയാം പൗരത്വ ഭേദഗതി ബില്ല് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല്. അതിനെ പറ്റിയിട്ട് ഡിബേറ്റുകളും ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് പൗരത്വ ഭേദഗതി ബില്ല് 2019 പറഞ്ഞത്? അതിന് മുമ്പ് നമുക്ക് ആ ഡേറ്റ് ഒന്ന് നോക്കി വെക്കണം. 2019 പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2019 ഡിസംബർ 2-നാണ്. ഇത് ലോക്സഭ അംഗീകരിക്കുന്നത് ഡിസംബർ 10-ന്. അവതരിപ്പിച്ചത് ആരാണ്? അമിത്ഷായാണ്. രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത് 10-ന് ലോക്സഭ അംഗീകരിച്ചു, 11-ാം തീയതി പിറ്റേ ദിവസം രാജ്യസഭയിൽ അവതരിപ്പിച്ചു, 12-ാം തീയതി തൊട്ട് പിറ്റേ ദിവസം രാഷ്ട്രപതി ഒപ്പുവിട്ടു. അതായത് പ്രധാനപ്പെട്ട സംഘർഷത്തിന്റെ പ്രശ്നം അല്ലേ. അപ്പം 2014 ഡിസംബർ 31-ന് മുൻപ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, അതാണ് നമ്മുടെ അയൽ രാജ്യങ്ങളാണ് അല്ലേ, ഈ ഇത്രയും ഏരിയകളിൽ നിന്നും കുടിയേറിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന്, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ് കുടിയേറ്റക്കാർക്ക് എന്ത് കൊടുക്കാം? അംഗത്വം കൊടുക്കണം. എവിടെ? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിനുശേഷം വന്നിട്ടുള്ളവർക്ക് കൊടുക്കണ്ട, അല്ലാതെ ഈ ഇത്രയും ആൾക്കാർക്കല്ലാതെ അവർക്കും പ്രൊവൈഡ് ചെയ്യരുത് എന്നായിരുന്നു നിയമം. ഇതാണ് ഈ 2019 ഡിസംബർ 12-ന് രാഷ്ട്രപതി ഒപ്പിട്ട് നിലവിൽ വന്ന 2019 പൗരത്വ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ആൾക്കാർക്ക് മാത്രം ഡേറ്റ് നോക്കിക്കോണം. 2014 ഡിസംബർ 31-ന് മുൻപ് ഈ 3 പ്രദേശങ്ങളിൽ നിന്നും കുടിയേറിയ ഇത്രയും മതങ്ങളിൽപ്പെട്ട കുടിയേറ്റക്കാർക്ക് അംഗത്വം കൊടുക്കണം. അതിന് മുമ്പുള്ളവർക്ക്, അതിന് ശേഷം വന്നവർക്കോ മറ്റ് സമുദായക്കാർക്കോ അംഗത്വം കൊടുക്കരുത് എന്നായിരുന്നു നിയമം. അപ്പം ഇതൊന്ന് നോക്കി വെച്ചേക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്ത്യയിലെ പ്രഥമ പൗരൻ ആരാ? രാഷ്ട്രപതിയാണ് അല്ലേ. ഒന്ന് നോക്കി വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന. ഇനി ഒരു കാര്യം കൂടെ, ഈ ഇത്രയും പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ SCRT ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അതുകൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന ലാറി ബേക്കർ ആണ്. അല്ലെ, ലാറി ബേക്കർ ആണ്. എന്താണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ കാരണം? 1989 ആർജിത പൗരത്വം നേടിയ ആളാണ്. നമ്മുടെ ഇന്ത്യയുടെ അംഗത്വം ആർജിത പൗരത്വം വഴി നേടിയ ആളാണ് ലാറി ബേക്കർ. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇനി എന്താണ് പൊളിറ്റിക്സ്? അതുകൂടെ ഓർത്ത് വെച്ചോണം. രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. പൊളിറ്റിക്സിന്റെ പിതാവാരാണ്? അരിസ്റ്റോട്ടിൽ. അപ്പൊ അരിസ്റ്റോട്ടിലിന്റെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്, ഓർമ്മയുണ്ടല്ലോ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിലിന്റെ പ്രധാന കൃതിയാണ് പൊളിറ്റിക്സ്. രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യ കൃതിയാണ് എന്ത്? പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പോയിന്റ്സ് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. അപ്പം സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന കാര്യം ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഏതെങ്കിലും ആശയം വ്യക്തതയില്ലെങ്കിലോ ഇന്ന് എഴുതിയതൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലോ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.